ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേറ്റ് ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഷാനവാസും അനുമോളാണ് ഇപ്പം അടി നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ കഞ്ഞിയും പയറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് വെന്തിട്ടില്ല. അതിന് മുന്നേ അനുമോൾ ഓരോരോ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കോഴിമുട്ട നില കുറേ കിട്ടിയിട്ടുണ്ടല്ലോ അവർക്ക്, 25 അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഓരോ അപ്പം മുട്ടപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു സവാള കരിഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഷാനവാസാണ്. ആ കരിഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് എനിക്കിപ്പം ഉണ്ടാക്കണ്ട, എനിക്ക് ഈ തണുത്ത മുട്ട ഇഷ്ടമല്ല, കാരണം ഇനി പയറും കഞ്ഞിയൊക്കെ വെന്തിട്ട് വേണം, അപ്പോൾ തണുത്ത മുട്ട എനിക്ക് ഇഷ്ടമല്ല, ആ സമയത്ത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. കുറച്ച് ഉള്ളി അങ്ങോട്ട് മാറ്റി വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് അരിഞ്ഞിട്ട് കൊടുത്തതാണ് ഉള്ളിയൊക്കെ കേട്ടോ. അപ്പോൾ അനുമോൾ പറയേണ്ടത് അതൊന്നും പറ്റില്ല, ഞാൻ കിച്ചൺ ടീമിലുള്ളതാണ്, എല്ലാവർക്കും ഞാൻ തന്നെ ഇപ്പം അപ്പം ഉണ്ടാക്കി വെക്കും കോഴിമുട്ട കൊണ്ട് എന്ന് പറയും. അപ്പോൾ ഷാനവാസ് പറയും അത് പറ്റില്ല, എനിക്ക് വേണ്ട, എനിക്ക് ഈ തണുത്തത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, കാരണം ഈ കഞ്ഞിയൊക്കെ ആയി അതൊക്കെ എല്ലാവർക്കും വിളമ്പിയൊക്കെ വരുമ്പോഴേക്കും ഈ മുട്ട ആകെ തണുത്ത് പോവും, വിറങ്ങലിച്ച് പോവും, എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കഴിച്ചാൽ മതി, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്, അങ്ങനെ കഴിച്ചാൽ മതി, വേറെ ആൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കൂല. അപ്പോൾ എന്നാൽ ഉള്ളിയെങ്കിലും ബാക്കി വെക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഉള്ളിയൊന്നും ബാക്കി വെക്കൂല, ചിലപ്പോൾ ഉണ്ടാവില്ല ഉള്ളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്ത് സ്വഭാവമാടിയത്, എന്ത് ചീഞ്ഞ സ്വഭാവമാടി നിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനവാസ്. നിനക്കൊരു തരത്തിലും നന്ദിയില്ലാത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്കറിയാമായിരുന്നു ഈ ഒരു ഡയലോഗ് എന്താ വരാത്തതെന്ന് വെച്ചിട്ട് നിൽക്കുമായിരുന്നു ഞാൻ, നന്ദിയില്ലാത്ത കാര്യം ഇപ്പോൾ പറയുമ്പോൾ എനിക്കറിയാം, പിന്നെ അല്ലാതെ നന്ദിയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതൊക്കെ ഞാൻ പറയുന്നത് ചെയ്യും, നന്ദിയില്ലാത്തത് നീ ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ തന്നെ അരിഞ്ഞു കൊടുത്തതും ഷാനവാസ് തന്നെയാണല്ലോ. അപ്പോൾ എന്നിട്ട് അതിൽ നിന്നൊരു കുറച്ച്, അപ്പോൾ അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കോഴിമുട്ട അവിടെ ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിൽ ഫാറ്റ് കൂടും, അതുകൊണ്ട് അത് പിന്നെ കഴിക്കാൻ പറ്റില്ല എന്ന് അക്ബർ പറയുന്നത് ശരിയാണ്. കോഴിമുട്ട തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല, നമുക്കാരും പറ്റില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഈ മുട്ട ഉണ്ടാക്കി വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല, അത് കഞ്ഞിയും പയറായതിൻ്റെ ശേഷമേ നമ്മൾ മുട്ട ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അനുമോൾ. അപ്പോൾ ഇത് കേട്ട് സാബുമാൻ പറയണ്ട അങ്ങനെയാണോ, അയ്യോ അങ്ങനെയാണെങ്കിൽ എനിക്ക് മുട്ട വേണ്ട. സാബുമാനാണെങ്കിൽ അത്യാവശ്യം ഹെൽത്തൊക്കെ നോക്കുന്ന ആളാണ്. അയ്യോ മുട്ട ഫാറ്റ് കൂടുമോ, അങ്ങനെ ഉണ്ടാക്കി വെച്ച് അന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ വേണ്ട കേട്ടോ, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നുള്ള ലെവലിൽ സാബുമാൻ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസും അനുമോളും പൊരിഞ്ഞടിയാണ്, എനിക്കത് പറ്റത്തില്ല എന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് നിനക്ക് നന്ദിയില്ലാത്തവളാണ്, നീ ചീഞ്ഞ സ്വഭാവമുള്ളവളാണ്, അപ്പോൾ നിങ്ങൾ ഈ കണക്ക് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ എപ്പോഴും ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞ് അനുമോളും പറയുന്നുണ്ട്. കണക്ക് പറയേണ്ടി വരുന്നതാണ്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് അങ്ങനെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ട തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പറയുന്നു. അങ്ങനെ പൊരിഞ്ഞടിയാണ് കേട്ടോ. ഈ വട്ടവും കിച്ചണിൽ അടി ഒരിക്കലും മാറുന്നില്ല, കിച്ചണിൽ അടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അനുമോൾ ഇട്ട് പോവാൻ നിൽക്കുകയാണ്, ഡ്യൂട്ടി ഇട്ട് പോവാൻ നിൽക്കുകയാണ്, അത്രയും അടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.